ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ആ ഒരു യൂട്യൂബർ ആണെങ്കിൽ ആ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ശിവനും ശാലിനി ഇങ്ങനെ മലയായിട്ട് ഇറങ്ങി വരുന്നത്, അവരകത്ത് ആ മലയായിട്ട് നിൽക്കുന്നതും പിന്നീട് ഇറങ്ങി വരുന്നതും ഒക്കെ ചേർത്ത് കുറേ പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് ഇവർ തമ്മിലുള്ള കല്യാണമാണ് നടന്നത് എന്നിങ്ങനെയുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിമിഷ നേരങ്ങൾക്കകം അത് കുറേ പേര് കണ്ട് ലക്ഷങ്ങൾ കണ്ട് അങ്ങോട്ട് വൈറലാവുന്നുണ്ട്. ഈ വീഡിയോ ആണെങ്കിൽ അവിടെ ഡേവിസിൻ്റെയും ആൻ്റണിയുടെയും പക്കലെത്തുന്നുണ്ട്. അന്നേരം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഡേയ്സി കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഡേവിസ് ആണെങ്കിൽ വീഡിയോ ഓണാക്കി ഡേയ്സിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എൽസമ്മയും കൂടെ ഉണ്ട്. അന്നേരം ഈ വീഡിയോ ഇങ്ങനെ കാണുകയാണ്. ശാലിനിയും ശിവനും കൂടി ഇങ്ങനെ അകത്തു നിന്ന് മാലയുമായിട്ട് ഇറങ്ങി വരുന്നതൊക്കെ കണ്ട് ഡേയ്സി ആകെ എങ്ങും അന്തം വിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരും വിചാരിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള വിവാഹം നടന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് ഡേയ്സി കാണുന്നതും. ഡേയ്സിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ ഒരുമിച്ച് വന്നിങ്ങനെ ഇത് നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ കാറിൽ തിരിച്ച് ഓഫീസിലേക്ക് പോകുന്ന ശാലിനിക്കും ഈ വീഡിയോ കിട്ടുന്നുണ്ട്. അതിനെ അനുപല്ലവി അയച്ചു കൊടുക്കുന്നതാണോ എന്താണെന്ന് കാണിക്കുന്നില്ല. പക്ഷേ ശാലിനി ഇങ്ങനെ കാറിലിരുന്നു കൊണ്ട് ആ ഒരു വീഡിയോ ഇങ്ങനെ കണ്ട് ശാലിനി ആകെപ്പാടെ ഷോക്കാവുകയാണ്. ശാലിനിക്ക് അങ്ങ് തലവലിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഒരു മാനക്കേട് എന്ന രീതിക്ക് തന്നെ ഈ വീഡിയോ ഇങ്ങനെ നോക്കി അന്തം വിട്ടിരിക്കുകയാണ് കാറിലിരുന്നു കൊണ്ട്. ഈ രണ്ട് സീനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു അന്വേഷണം എന്നാലേ പോകുമായിരിക്കും. ആ ഒരു യൂട്യൂബറെ വീണ്ടും പിടിക്കുകയും ചെയ്യും. അയാൾക്ക് ഇനി എന്ത് ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ അവിടെ കുറച്ചെങ്കിലും ആൾക്കാരുടെ ഇടയിൽ ആ ഒരു പ്രസിദ്ധി ഇങ്ങനെ ഇത് പ്രചരണം ഇങ്ങനെ വരുമല്ലോ. കളക്ടറും ഇങ്ങനെ ഡ്രൈവറും കൂടി വിവാഹം കഴിച്ചു എന്നുള്ളത് അത് ശാലിനിക്ക് അത്രത്തോളം അപമാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണാം. ശിവനെ ഇനി അങ്ങനെയല്ലേ ആളുകൾ കാണത്തുള്ളൂ ആ ഒരു കണ്ണോടുകൂടി. അപ്പോൾ ശാലിനിക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് ഇനി എങ്ങനെ വരുമെന്നുള്ളതാണ്. അതേസമയം ശാരദാമ്മ അവിടെ ആ ഒരു ആശ്രമത്തിലേക്ക് പോയിട്ടുണ്ട്. അത് പിന്നീട് കാണിച്ചിട്ടുമില്ല എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ. അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.